ഇപ്പൊ തന്നെ കബളിപ്പിക്കുകയല്ലേ. അതായത് KSEB കൊടുത്ത ശുപാർശ ഇവര് തത്വത്തിൽ അംഗീകരിച്ചു. ഇവര് പൊതു തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പാണ് ആ വാക്ക്. എന്താ വാക്ക്? തെളിവെടുപ്പ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എവിഡൻസ് കളക്ട് ചെയ്യുക. എന്ത് എവിഡൻസ് കളക്ട് ചെയ്തേ? വൈദ്യുതി കൂട്ടാൻ പാടില്ല എന്നുള്ള എവിഡൻസ് അല്ലേ കളക്ട് ചെയ്തേ? ഇവിടെ വന്ന് സംസാരിച്ച മുഴുവൻ മനുഷ്യരും ഇത് കൂട്ടണ്ടെന്നല്ലേ? അപ്പൊ ഈ പൊതു തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ആ തെളിവെടുപ്പിന്റെ ഭാഗത്ത് തള്ളണ്ടേ? തള്ളുന്നില്ലല്ലോ, ശുപാർശ അംഗീകരിക്കുകയല്ലേ. അപ്പൊ ഇത് പ്രഹസനമല്ലേ? ഇത് ആചാരമല്ലേ? അതാണ് ഇവിടെ ഞാൻ സത്യത്തിൽ പറയുന്നത്. ഇവിടെ കുറെ മനുഷ്യരുണ്ട്. എന്ത് കാര്യത്തിനാണ്? ആരെങ്കിലും ഒക്കെ ചെയ്യട്ടെ, അവൻ നന്നാകട്ടെ, അപ്പൊ ഞാൻ നന്നായിക്കോളാന്ന് പറയുന്നത്. പൊതുജനം എന്ന് പറയുന്നത് ഈ സാധനം വോട്ട് ചെയ്യാൻ മാത്രം പോയി കുത്തി കൊടുത്തിട്ട് കാര്യമില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ടെക്നിക്കൽ കാര്യങ്ങളൊന്നും പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ചില വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഓഫീസിന് മുന്നിൽ നടന്ന ഒരു പ്രതിഷേധം, അതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി. ഞാൻ കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു കോർഡിനേറ്ററാണ്. പക്ഷേ ആ കമ്മ്യൂണിറ്റിയുടെ പേരിലൊന്നുമല്ല ഈ സംസാരിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റി 2024 ഫെബ്രുവരിയിൽ പ്രവർത്തനം തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 3000 അംഗങ്ങൾ ഇതിലുണ്ട്. ഇതിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന പല പ്രശ്നങ്ങളും ടേക്കപ്പ് ചെയ്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൻ്റെ നേതൃത്വത്തിൽ ഇന്ന് അവിടെ ഒരു പ്രതിഷേധം നടന്നത് എന്നുള്ളതിൽ വലിയ സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങൾക്ക് തുടർന്നുള്ള ഈ തരത്തിലുള്ള സമരങ്ങൾക്ക് പ്രത്യേക അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ചെയ്യുവാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഈ പ്രസൻറ്റ് ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായിട്ടില്ല. നിങ്ങൾ പഠിക്കേണ്ട പല കാര്യങ്ങളും ഇനിയുമുണ്ട്. ഈ KSEBയും റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട പൊതുജനങ്ങൾക്ക്, കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഇനിയുമുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷനാണ്. നിങ്ങൾ ഒരുപക്ഷെ അത് വിശദമായി പഠിച്ചു കാണില്ല. ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ്. അതായത് സ്മാർട്ട് മീറ്റർ എന്തിനാണ് സാറേ, അത് ശരിയാകുമോ എന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത വലിയ സത്യങ്ങൾ അതിനകത്തുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കമ്പ്യൂട്ടറൈസേഷൻ, നമ്മളെ കേരളം വളരെ പിന്നിലേക്ക് പോയ ഒരവസ്ഥ അതിനകത്തുണ്ട്. ആ സമയങ്ങളിൽ പല സമരങ്ങളും നടന്നതിൻ്റെ പേരിൽ വളരെ പിന്നിലേക്ക് നമ്മൾ പോയിട്ടുള്ള സത്യം നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇന്ന് കമ്പ്യൂട്ടറൈസേഷൻ അതിൻ്റെ മുൻനിരയിലേക്ക് എത്തുകയും അതിൻ്റേതായ തരത്തിൽ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വൈദ്യുതി മേഖലയിൽ അല്ലെങ്കിൽ ദേശീയ സ്മാർട്ട് വൈദ്യുതി ഗ്രിഡിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യം മൊത്തമായിട്ട് നമ്മുടെ വൈദ്യുതി വിതരണം ഓട്ടോമൈസ് ചെയ്യുന്നതിൻ്റെ ഒരു കമ്പ്യൂട്ടറൈസേഷൻ വർക്കാണ് ഈ സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത്. ദയവായി നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് അഡ്വക്കേറ്റ് വിനോദിനോടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടുമാണ്. വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ, എനിക്ക് വ്യക്തിപരമായി രാഷ്ട്രീയമുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ചുറുചുറുക്കുള്ള വിനോദിനെ പോലെയുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ പഠിക്കേണ്ട ഒരു വിഷയമാണ് സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത്. കേരളത്തിൽ നടപ്പാക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈ KSEBയിലുള്ള യൂണിയൻകാർ, എല്ലാ പാർട്ടിക്കാരുമുണ്ട്, ആ യൂണിയൻകാർ ഇതിനെ എതിർക്കുകയും ടോടെക്സ് മാതൃകയിൽ, അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മാതൃകയിൽ നടപ്പാക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി വാങ്ങിച്ച ഒരു വർക്ക് ഈ യൂണിയൻകാരുടെ സ്വാധീനം കൊണ്ട് ക്യാൻസൽ ചെയ്യുകയും അവസാനം അത് കാപ്പെക്സിലേക്ക് വളരെ കുറച്ച് 3 ലക്ഷം മീറ്ററുകൾ മാത്രമായി ചുരുക്കി ഇപ്പോൾ അത് കാപ്പെക്സ് മാതൃകയിൽ നടപ്പാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ പോക്കുകളും ഇവരുടെ ടെൻഡർ പ്രൊസീജിയറുകളും എല്ലാം കണ്ടാൽ വ്യക്തമായി മനസ്സിലാക്കുന്നത് ഇത് കേരളത്തിൽ നടപ്പാക്കുവാനുള്ളതല്ല. ഇന്ന് ഈ സമരത്തിൽ അഡ്വക്കേറ്റ് വിനോദ് പ്രസംഗിച്ചപ്പോൾ ഈ മോഷണം, വൈദ്യുതി മോഷണം, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നമ്മൾ ഈ സ്മാർട്ട് മീറ്റർ നടപ്പാക്കിയാൽ വൈദ്യുതി മോഷണം പോലും ഇല്ലാതാകുമെന്നുള്ളതാണ് സത്യം. നിങ്ങളോട് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നത്,
നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രശ്നങ്ങൾ. ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കുവാനുണ്ട്. അവയിൽ പ്രധാനമായിട്ടുള്ളത് ഈ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ, അതായത് കേരളത്തിലെ കമ്പ്യൂട്ടറൈസേഷൻ, വൈദ്യുതി മേഖലയിലുള്ള കമ്പ്യൂട്ടറൈസേഷൻ മറ്റ് പല സംസ്ഥാനങ്ങളിലും മുന്നേറിയപ്പോഴും ഇവിടെ KSEBയുടെ നേതൃത്വത്തിൽ ഒരൊറ്റ വർക്ക് പോലും അതിനകത്ത് നടന്നിട്ടില്ല. കൊച്ചിൻ പോർട്ടസ്റ്റ് എന്ന് പറയുന്ന ലൈസൻസിയുടെ കീഴിൽ 805 മീറ്ററുകൾ സ്ഥാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതും ഈ പറഞ്ഞ KSEB കമ്പ്യൂട്ടറൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനോടുള്ള വൈദ്യുതി ശൃംഖല കമ്പ്യൂട്ടറൈസ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കും അതിൻ്റെ നാഷണൽ ഗ്രിഡുമായി അത് കണക്റ്റഡ് ആവുകയുള്ളൂ. അങ്ങനെ കേരളത്തിൻ്റെ ആ നന്മ, പുരോഗമനം കംപ്ലീറ്റ് ഈ പറയുന്ന യൂണിയൻകാരെ കൊണ്ട് തന്നെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ഈ കാര്യത്തിലും കൂടി മുന്നോട്ട് വരണം. സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഇൻ കേരള, ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ടെക്നിക്കൽ ഡീറ്റെയിൽസും നിങ്ങളുടെ ഔദ്യോഗിക തലത്തിലുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുവാനും തയ്യാറാണ്. കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് നിങ്ങൾ വഴി എങ്കിലും, നിങ്ങളുടെ സമരങ്ങളിലൂടെയെങ്കിലും ഒരു നേട്ടമുണ്ടാകട്ടെ. നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ, നിങ്ങളല്ലാതെ ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയക്കാരൊന്നും ഇതുപോലെ മുൻനിരയിൽ വന്നെന്ന് വരില്ല. കാരണം അവർക്കെല്ലാം അതിൻ്റേതായ യൂണിയനുകൾ KSEBയിൽ ഉണ്ടെന്നുള്ള ഒരു സത്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഈ സമരങ്ങൾ മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക്